RMS ബൈലിങ്കിന്റെ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാത്തിയിട്ട് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രോഗ്രാത്തിൽ MC ആയിരിക്കുന്ന രമേഷ് സാർ, അതേപോലെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ബഷീർ സാറ്, അതുപോലെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ജയകുമാർ സാറ്, സൈറസ് സാറ്, ബിജു സാറ്, അതുപോലെ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാത്തിൽ പുതുതായിട്ട് കടന്നു വന്ന പല ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിക് കൺസെപ്റ്റ് ആണ്, യൂണിക് ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിക് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം ബിസിനസ് ആണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വെറും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമല്ല, അതിനപ്പുറമുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വളരാൻ പറ്റും. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വേർഡ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, എ പ്രൊവൻ പാത്ത് ടു ഫിനാൻഷ്യൽ ഫ്രീഡം. 100% ഈ ഒരു ബിസിനസ് വഴി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ഓരോ ലീഡേഴ്സും ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയകുമാർ സാറ്, അതേപോലെ സൈറസ് സാറ്, ബിജു സാറ്, ഇപ്പോൾ സംസാരിച്ച നമ്മുടെ രമേഷ് സാറ്, ഞാനടക്കം ഇനി ധാരാളം വ്യക്തികൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എംപവറിങ് യുവർ ബിസിനസ് ഡിജിറ്റലി. ഏതൊരു സംരംഭകനും അവരുടെ സംരംഭം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, സ്വന്തമായി ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഇന്ത്യ മുഴുവനും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിക് പ്ലാറ്റ്ഫോമാണ് ഈ RMS ബൈലിങ്കിന്റെ ഈ ഒരു വെർച്വൽ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെർച്വൽ ഫ്രാഞ്ചൈസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ ഇതിനകത്തുള്ള ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും നടന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ആയിക്കോട്ടെ, IT മേഖല ആയിക്കോട്ടെ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ മേഖല ആവട്ടെ, എല്ലാ മേഖലയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് RMS ബൈലിങ്കിന്റെ വെർച്വൽ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെർച്വൽ ഫ്രാഞ്ചൈസി നമ്മൾ കൊണ്ടുവന്നപ്പോൾ, കമ്പനി കൊണ്ടുവന്നപ്പോൾ, നമ്മുടെ ബഹുമാനപ്പെട്ട രമേഷ് സാർ പറയുകയുണ്ടായി, നമുക്ക് രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒന്ന് മാനുഫാക്ചറിങ്, രണ്ട് മാർക്കറ്റിംഗ്. നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. മാർക്കറ്റിംഗ് ആണ്. മാനുഫാക്ചർ എന്ന കമ്പനി പ്രൊഡക്റ്റ് നമ്മുടെ ഏൽപ്പിക്കുന്നു, നമ്മളത് ഇന്ത്യ മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്നു. അതേപോലെ ഏതൊരു സംരംഭകനും ഏതൊരു ഫ്രാഞ്ചൈസി ഉടമയ്ക്കും അവരവരുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നമ്മുടെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി റോസറി മാർക്കറ്റിംഗ് സ്പേസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ എല്ലാവിധ ലീഗൽ ഡോക്യുമെന്റ്സും ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവർക്കും തന്നെ പരിശോധിക്കാവുന്നതാണ്. വളരെ ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് റോസറി മാർക്കറ്റിംഗ് സ്പേസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതേപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനി റോസറി മാർക്കറ്റിംഗ് സൊല്യൂഷൻസ്, അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫുഡ് ഐറ്റം ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഡെയിലി യൂസ് വെൽനസ് എന്ന കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഡെയിലി യൂസ് വെൽനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ആദ്യമായിട്ട് ഡെയിലി യൂസ് വെൽനസ് എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് RMS ബൈലിങ്ക് എന്ന കമ്പനിയാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയെ നമ്മൾ ഓർക്കണം. കാരണം ഇടുക്കി ജില്ലയിൽ വിളയുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വളരെയേറെ ഡിമാൻഡുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിലെ സ്പൈസസ് ഉപയോഗിക്കാത്ത ഒരു വീട് പോലും ഇന്ന് ലോകത്തില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു ഏലക്ക പോലും ഇല്ലാത്ത ഒരു വീടില്ല. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ഔഷധ ഗുണമുള്ള, ഏറ്റവും മണമുള്ള, ഏറ്റവും ഗുണമുള്ള സ്പൈസസ് വിളയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ജൈവവൈവിധ്യ ഉദ്യാനമായി പ്രഖ്യാപിച്ച ഒരു ഏരിയയാണ് നമ്മുടെ ഇടുക്കി. അപ്പോൾ ഇടുക്കിയിൽ വിളയുന്ന ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് എന്ന ഒരു സ്കീം പ്രകാരമാണ്. നമ്മുടെ ഓരോ ജില്ലകൾക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഓരോ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ പ്രൊഡക്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇടുക്കിക്ക് ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആണ്. അപ്പോൾ ഈ സ്പൈസസ് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് സ്റ്റാളുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വേൾഡ് മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മിനിസ്റ്റേഴ്സ് ഒക്കെ കൂടിയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് പോലും. അതിന്റെ ചില വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. ഇതിന്റെ വീഡിയോസ് ഒക്കെ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ലോഞ്ച് ചെയ്തത് തന്നെ. അപ്പോൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ അവസരം കിട്ടിയവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇന്ന് ഇന്ത്യയിലുള്ള 145 കോടി ജനങ്ങളിട്ടും എല്ലാ ജനങ്ങൾക്കും വേണ്ട ഡെയിലി യൂസ് ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ന് ഏകദേശം 10-25,000-ഓളം കസ്റ്റമേഴ്സും ഫ്രാഞ്ചൈസികളുമാണ് ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, കേരളത്തിലെ മാത്രം ജനസംഖ്യ 3.5 കോടിയാണ്.
കേരളത്തിൽ മാത്രം. അപ്പം 3.5 കോടിയിൽ വെറും 25,000-ഓളം കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്രയോ ആളുകളിട്ട് നമ്മുടെ ഈ സിസ്റ്റം എത്താനുണ്ടെന്ന് ആലോചിക്കുക. ഓൾ ഓവർ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ 145-146 കോടി ജനങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു ഉൽപ്പന്നമാണ് കമ്പനിയുടേത്. അപ്പോൾ എല്ലാവരും തന്നെ മാർക്കറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക. അതിലൂടെയാണ് നമുക്കിവിടെ വരുമാനം ലഭിക്കുന്നത്. നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ ഫ്രാഞ്ചൈസി മൊഡ്യൂളാണ്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും നൂതനമായ വെർഷനാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എല്ലാവർക്കും തന്നെ അറിയാം. പരസ്യങ്ങളോ ഇടനിലക്കാരോ ഇല്ലാതെ ഒരു മാനുഫാക്ചറർ നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. വളരെയേറെ ഇന്ന് സമ്പന്നരിൽ പട്ടികയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡയറക്റ്റ് സെല്ലിംഗ് കടന്നു വന്ന ആളുകളാണ് ഇന്ന് സമ്പന്നരെല്ലാം തന്നെ. എന്നാൽ അതിൽ ഉപരി നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവന്ന വെർച്വൽ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ ഒരു വെർച്വൽ ഫ്രാഞ്ചൈസി മൊഡ്യൂൾ വഴി ഇന്ത്യ മുഴുവൻ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ പരസ്യങ്ങൾക്കും ഇടനിലക്കാർക്കും ഒക്കെ കൊടുക്കുന്ന തുക ഈ വെർച്വൽ ഫ്രാഞ്ചൈസി ഉടമകൾക്ക് കമ്പനി നേരിട്ട് തരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്നേക്കാളും കൂടുതൽ പണം ശരിക്കും ലഭിക്കുന്നത് ഈ വെർച്വൽ ഫ്രാഞ്ചൈസി ഉടമകൾക്കാണ്. ഒരു ഉൽപ്പാദകൻ ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒരു രീതിയിലുള്ള മായവും കലർത്താതെ, ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാതെ, ഒരു രീതിയിലുള്ള ക്വാളിറ്റി കുറവില്ലാതെ വളരെ വിലക്കുറവോട് കൂടിയാണ് കമ്പനി ഈ എല്ലാ ഉൽപ്പന്നങ്ങളും നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. സാറ് പറഞ്ഞായിരുന്നു നമുക്ക് സ്വന്തമായുള്ള 5 പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. ഈ 5 പ്രൊഡക്റ്റുകൾ കൂടാതെ നമുക്ക് തയ്യപ്പ് ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി കമ്പനിയുടെ റിസർച്ചിൽ ധാരാളം പ്രൊഡക്റ്റുകൾ ഇന്ന് ലൈനിൽ നിൽക്കുകയാണ്. 1 by 1 ആയിട്ട് കമ്പനി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്യുന്നതാണ്. നമ്മുടേതായ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് വിൽക്കുവാനും സാധിക്കും. ഇനി ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹെർബൽ സിപ്പ് കോഫിനെ കുറിച്ചാണ്. ഹെർബൽ സിപ്പ് കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏവരും തന്നെ കോഫി ഉപയോഗിക്കുന്ന ആളുകളാണ്. സാധാരണ ഒരു കോഫി അല്ല നമ്മുടെ ഹെർബൽ സിപ്പ് കോഫി. ഏകദേശം 11 തരം സ്പൈസസുകൾ അടങ്ങുന്ന, അല്ലെങ്കിൽ സ്പൈസസുകളുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഈ ഒരു ഹെർബൽ സിപ്പ് കോഫി എന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ സ്പൈസസിനും അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടെന്നറിയാം. നമ്മുടെ ഒരൊറ്റ കോഫി കഴിച്ചാൽ 11 തരം സ്പൈസസിന്റെ ന്യൂട്രീഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓരോ ഓർഗൻസിനെയും, ഓരോ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ള മൂലകങ്ങളാണ് ഈ ഒരു ഹെർബൽ സിപ്പ് കോഫിയിൽ അടങ്ങിയിട്ടുള്ളത്. എല്ലാവരും തന്നെ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ കോഫി അങ്ങ് മാറ്റി വെച്ചിട്ട് അതിന് പകരമായിട്ട് ഹെർബൽ സിപ്പ് കോഫി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിനോടൊപ്പം നമുക്കിവിടെ വെൽത്തും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹെർബൽ സിപ്പ് കോഫി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ചില ബെനിഫിറ്റുകൾ ഞാനൊന്ന് പറയാം. ഒന്ന്, നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും, നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്കറിയാം ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ട് പലർക്കും പല ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ ബ്രീത്തിങ് ഡെഫിഷ്യൻസി വരാറുണ്ട്, കഫക്കെട്ട്, ജലദോഷം, തുമ്മല്, വിട്ടുമാറാത്ത പനി, ശ്വാസം മുട്ടൽ, ഇങ്ങനെ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഗ്രാജുവലി തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഔഷധ കൂട്ടാണ് ഈ ഒരു ഹെർബൽ സിപ്പ് കോഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയറു സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതായത് ദഹനക്കേട്, പൊളിച്ചിട്ടുള്ള നെഞ്ചിരിച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 3 വയസ്സ് മുതലുള്ള ഏതൊരു കുട്ടിക്കും മുതിർന്നവർക്കും ഈ ഒരു ഹെർബൽ സിപ്പ് കോഫി ശീലമാക്കാവുന്നതാണ്. മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ RMS ഗ്രീൻ ടീ. വെറും ഒരു ഗ്രീൻ ടീ അല്ല ഇത് RMS ഗ്രീൻ ടീ ആണ്. പ്രീമിയം ക്വാളിറ്റി ഗ്രീൻ ടീ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു അത്ഭുതകരമായ കാര്യമാണ് വൈറ്റമിൻ സി, അതായത് ലെമൺ എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രീൻ ടീയുടെ നിർമ്മാണം. വളരെ 30 സാഷറ്റ് അടങ്ങുന്ന ഒരു ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3 ടീ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ചില ബെനിഫിറ്റുകളൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ധാരാളം ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കലവറിയാണ്, അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് ധാരാളം ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. വായുനാറ്റം, അതേപോലെ സ്കിന്നിന്റെ കാര്യങ്ങൾ, ടോക്സിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് RMS ഗ്രീൻ ടീ. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് RMS ഗ്രീൻ ടീ. LDL HDL കൊളസ്ട്രോളിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തെ നമുക്ക് ഈ RMS ഗ്രീൻ ടീയുടെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ
ഗ്രീൻ ടീ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റാണ് RMS ഗ്രീൻ ടീ. മറ്റൊരു പ്രൊഡക്റ്റാണ് RMS ഗലാങ്കാറ്റി. RMS ഗലങ്ക എന്ന് പറഞ്ഞാൽ ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. അപ്പോൾ ഈ ഒരു സസ്യം കണ്ടുവരുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ്. അവരുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്ന ഒരു സ്പൈസസ് ആണ് ഗലങ്ക. ഈ ഗലങ്കയ്ക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. ഈ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഗലങ്ക. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് കാണാൻ സാധിക്കും. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 9 തരം ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്യാൻസർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെരുകുന്നത്? ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ ഈ ഗലങ്കാറ്റി നമ്മൾ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ വരാതെ തടയാനുള്ള കാര്യങ്ങളാണ്. ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് RMS ഗലങ്കാറ്റി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ബീജശേഷി വർദ്ധിക്കും, അതുപോലെ പൈൽസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. ഒരു ബോക്സിനകത്ത് 30 പാക്കറ്റ് ഉണ്ടാവും. ഒരു പാക്കറ്റ് കൊണ്ട് ഏകദേശം 3 ഗലങ്കാറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും. ഏകദേശം 120 ടീ ആണ് നമുക്ക് ഒരു ബോക്സ് വാങ്ങിയാൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരു ഗലങ്കാറ്റി സ്ഥിരമായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ RMS വാജി മിൽക്ക്. വാജി മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു നെർവ് ടോണിക് ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ടോട്ടലി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന മൂലകങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇതിന് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, ഇൻഫെർട്ടിലിറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളില്ലായ്മ, അത് സ്ത്രീകളുടെ പ്രശ്നം കൊണ്ടും പുരുഷന്മാരുടെ പ്രശ്നം കൊണ്ടൊക്കെ കുട്ടികളില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മതിയായ ആഹാരം, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ട മതിയായ ആഹാരം നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇതിനകത്തുള്ള പല ഇൻഗ്രീഡിയൻറ്റുകളും നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ദൈനംദിന ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള 3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റുകൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. 1 നായ്ക്കുരണ, 2 അശ്വഗന്ധ, 3 ബദാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ് ഈ ഒരു വാജി മിൽക്ക്. ഇത് 12 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ട്രെങ്തൻ ആവും, വീര്യശേഷി വർദ്ധിക്കും, നെർവസ് സിസ്റ്റം കൺട്രോൾ സ്ട്രെങ്തൻ ആവും എന്നുകൊണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾ സ്വയമായി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുക. അതിന്റെ ഫലം നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഇനി മറ്റൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അതിന്റെ പേരാണ് RMS ഗോൾഡൻ മിൽക്ക്. ഗോൾഡൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ ടെർമറിക് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് RMS ഗോൾഡൻ മിൽക്ക്. ടെർമറിക് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കുർക്കുമിനാണ്. നമുക്കറിയാം, കുർക്കുമിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയിലൂടെയാണ് RMS ഗോൾഡൻ മിൽക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ മിൽക്ക് നമ്മൾ രാത്രി കാലങ്ങളാണ് കഴിക്കേണ്ടത്. ഡിന്നറിന് ശേഷം എല്ലാവരും ഒരു ഗ്ലാസ് ഗോൾഡൻ മിൽക്ക് ശീലമാക്കുക. അങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും ചില ഗുണങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ ബെറ്റർ ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനശേഷി വർദ്ധിക്കുന്നതാണ്. പലർക്കും ഗ്യാസ് ട്രബിള്, പൊളിച്ചിത്തേട്ടൽ, നെഞ്ചിരിച്ചൽ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടും, നല്ല ഉറക്കം ലഭിക്കും. പലർക്കും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാകാറില്ല. ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് മൂലം ഏതെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ ആ ഡിസോർഡറിനെ ഓർഡർ ആക്കിക്കൊണ്ട് നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കുകയും ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി മൊത്തത്തിൽ റിപ്പയർ ആവുകയും ടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും ശ്വസിക്കുന്ന ഓക്സിജനിലൂടെയും നമ്മൾ കഴിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അൺവാണ്ടഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ പോയിസൺ നമ്മുടെ ശരീരത്തിൽ ധാരാളം കടന്നുകൂടുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ സെല്ലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ആ സെല്ലുകളുടെ പ്രവർത്തനം വഴി ഓരോ ഓർഗൻസ് ഡാമേജ് ആവുകയും ചെയ്യും. ഇന്ന് പലർക്കും ഡയബറ്റിക്സ് ഉണ്ട്, പലർക്കും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, പലർക്കും യൂറിക് ആസിഡ് കൂടുന്നുണ്ട്. അങ്ങനെ പല ഇഷ്യൂസും പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സെല്ലുകളിലും അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിനാണ്, അതായത് വിഷാംശങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ മിൽക്കിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ എന്ത് സംഭവിക്കും? ഈ സെല്ലുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള വിഷാംശത്തെ തന്നെ ബോഡി തന്നെ അതിനെ വെളിക്കളയുകയും അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വിഷാംശത്തെ നമ്മൾ വെളിക്കളയുമ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്ട്രോങ്തേൺ ആവുകയും പല ഡിസോർഡറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാവുന്ന പല രീതിയിലുള്ള മുറിവുകളുണ്ട്, ഇന്റേണൽ ആയിട്ടുള്ളതുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ളതുണ്ട്. ഈ മുറിവുകളൊക്കെ തന്നെ പെട്ടെന്ന് കൂടുന്നത് കാണാൻ സാധിക്കും. അതേപോലെ നീർക്കെട്ടലൊക്കെ പെട്ടെന്ന് കുറയുന്നത് കാണാൻ സാധിക്കും. ഇന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ മുട്ട് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ, അതായത് ആർത്രൈറ്റിസിനെയൊക്കെ തടയാൻ പറ്റുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ കുർക്കുമിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ. പുതിയ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ്, സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന, നമ്മുടെ അയൽവക്കത്ത് കാണുന്നതാണ്, ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ പലർക്കും അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ടിയാവുന്നത് മൂലമാണ്. ഈ ഒരു കുർക്കുമിന്റെ ഉപയോഗത്തിലൂടെ ഈ ബ്ലഡ് കട്ടിയാവുന്നത് തടയാൻ സാധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ മിൽക്കിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ നല്ല നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് നമുക്ക് പ്രദാനം ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെൽത്ത് മെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. ഈ പ്രോഡക്റ്റിന്റെ പേരാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു ബോംബാണ് ശരിക്കും നമ്മുടെ ഗ്യാസ് സിലിണ്ടർ. ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നമ്മളൊരു ഒരു ഡിവൈസ് വഴി, അതായത് ഒരു റെഗുലേറ്റർ വഴിയാണ് ഗ്യാസ് ഉപയോഗിച്ച്, പൈപ്പ് വഴി ഗ്യാസ് ഉപയോഗിച്ച് സ്റ്റൗ കത്തിച്ച് നമ്മൾ ഓരോ ഭക്ഷണവും പാകം ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് ഓഫായി പോയി, അല്ലെങ്കിൽ തീ ഒന്ന് കെട്ടുപോയി കഴിഞ്ഞാൽ ഗ്യാസ് വെളിയിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് 320 പൗണ്ടിലാണ് ഈ ഒരു ഗ്യാസ് വന്നുകൊണ്ടിരിക്കുന്നത്. 320 പൗണ്ടിൽ ഗ്യാസ് വെളിയിട്ട് വരുമ്പോഴത്തേനും ഈ ഗ്യാസിന് സ്ഫോടന ശക്തി കൂടുതലാണ്, അതായത് പെട്ടെന്ന് ആളി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഫ്ലെയിം ഓഫ് ആകുമ്പോൾ ഗ്യാസ് നല്ല രീതിയിൽ നല്ല പ്രഷറിൽ വെളിയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ റൂമിലെല്ലാം തന്നെ ഈ ഒരു ഗ്യാസ് വ്യാപിക്കുകയും ഏതെങ്കിലും രീതിയിൽ ഒരു സ്പാർക്കിങ് വന്നാൽ, സ്പാർക്കിങ് പല രീതിയിൽ വരാം, ചിലപ്പോൾ കറണ്ട് പോയിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് മാത്രം മതി, ഫ്രിഡ്ജിനകത്ത് ചെറിയ റിലേസ് ഉണ്ട്, അതൊന്ന് ഓൺ ആകുമ്പോൾ ഒരു സ്പാർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ വെച്ച് കഴിഞ്ഞാൽ സ്പാർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അബദ്ധത്തിൽ എങ്ങാനും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു സ്ഫോടനം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു സ്ഫോടനത്തിൽ നിന്ന് നമ്മുടെ മൊത്തം കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ഉപകരണമാണ് നമ്മുടെ RMSന്റെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്, അതായത് പ്രീമിയം ക്വാളിറ്റി ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. ഈ ഒരു ഡിവൈസ് നമ്മൾ നേരിട്ട് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിട്ടാണ് ഘടിപ്പിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് സാധാരണ റെഗുലേറ്റർ ഘടിപ്പിക്കുന്നത്. അങ്ങനെ ഘടിപ്പിക്കുമ്പോൾ ഈ ഗ്യാസിൽ നിന്നുള്ള പ്രഷർ 320 നിന്ന് 160 കൺവേർട്ട് ചെയ്യുകയും ഒരു സ്ഫോടന ശക്തി ഇല്ലാതെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടാണ് ഗ്യാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള അപകടം വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ കൂടുതൽ നേരം ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ്, ഈ നമ്മുടെ ഉപകരണം അതിനെ ഡിറ്റക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ചെയ്ത് കളയും. ഇതൊരു ചെറിയ സാധാരണ രീതിയിലുള്ള കാര്യമാണ്. ഇനി അതല്ല, ഏതെങ്കിലും രീതിയിൽ ഒരു വലിയ ലീക്കേജ് വന്നു വിചാരിക്കുക, ചിലപ്പോൾ ഈ പൈപ്പിൽ ഒരു തുള വന്നു, അല്ലെങ്കിൽ എലി കരണ്ടു, അല്ലെങ്കിൽ പൈപ്പ് കറക്റ്റായിട്ട് സ്റ്റൗവിനകത്ത് കണക്റ്റ് ആയിട്ടില്ല, അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിവൈസ് അതിനെ തിരിച്ചറിയുകയും പെട്ടെന്ന് തന്നെ ആ ഡിവൈസ് ഗ്യാസ് വിലിട്ട് വരാതെ കട്ട് ഓഫ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇത്ര മഹത്തരമായ ഒരു ഉപകരണമാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെ ഒരു സംരക്ഷണ വലയം കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. എല്ലാവരുടെയും വീട്ടിലും ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് മൂലം നമുക്ക് കിട്ടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ചെറുതും വലുതുമായ ലീക്കേജിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഗ്യാസിന് ഈ ഇൻസ്ട്രുമെന്റ് കട്ട് ഓഫ് ചെയ്ത് കളയും. അതാണ് ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിനകത്ത് എന്തോരം ഗ്യാസ് ഉണ്ട്, എന്ന് തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സിലിണ്ടർ നമ്മൾ ഒരു മാസമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമൊക്കെ നമുക്ക് എക്സ്ട്രാ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഗ്യാസിന്റെ പ്രഷർ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും പ്രഷർ കുറവായതുകൊണ്ട് ഫ്ലെയിം കുറവായിരിക്കുന്നു. അങ്ങനെ ഒന്നും തന്നെയില്ല. നമുക്ക് എത്രയാണോ ഗ്യാസ് വേണ്ടേ, എത്ര അളവിലാണോ കത്താൻ വേണ്ടി വേണ്ടത്, അത്ര അളവിൽ മാത്രമാണ് ഈ ഒരു ഡിവൈസ് ഗ്യാസ് വെളിയിട്ട് വിടത്തുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ദീർഘനാൾ അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഗുണമുള്ള ഈ ഒരു ഗ്യാസ് സേഫ്റ്റി ഡിവൈസിന്റെ MRP റേറ്റ് എന്ന് പറഞ്ഞാൽ 4,999 രൂപയാണ്. നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് 3,699 രൂപയ്ക്കാണ്. ഈ ഉപകരണം 3 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ 20 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഈ ഒരു ഉൽപ്പന്നത്തിനൊപ്പം ലഭിക്കും. അതുകൂടാതെ ഏകദേശം ഒരു 30 വർഷക്കാലം നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ മറ്റൊരു കാര്യം പറയാം. ഒരു വർഷം നമ്മൾ 2 സിലിണ്ടർ നമുക്ക് ലാഭിക്കാൻ സാധിച്ചാൽ 30 വർഷം കൊണ്ട് എത്ര സിലിണ്ടർ ലാഭിക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. കംപ്ലീറ്റ് നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് RMSന്റെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. ഡബിൾ ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ സെക്യൂരിറ്റി ഉള്ള ഒരു ഉപകരണമാണ്. എല്ലാവരും ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക.
മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആൽക്കലൈൻ സ്റ്റീൽ വാട്ടർ ജഗ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന റേറ്റ് ഇപ്പോൾ പഴയ റേറ്റ് ആണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ റേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. ഈ RMS സീൽ ആൽക്കലൈൻ വാട്ടർ ജഗ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വെള്ളം ശരിക്കും അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അസിഡിക് വാട്ടർ ആയിട്ടാണ്. അസിഡിക് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് അസിഡിക് ആയി പോകും. അങ്ങനെ ബ്ലഡ് അസിഡിക് ആകുമ്പോഴത്തേനും ടോട്ടൽ ഓർഗൻസ് എല്ലാം തന്നെ ഡാമേജ് ആവും. നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും ആൽക്കലൈൻ വാട്ടർ ആണ്. ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ pH 7 മുകളിലുള്ളതിനൊക്കെ തന്നെ നമ്മൾ ആൽക്കലൈൻ ആണെന്ന് പറയുന്നത്. 7 താഴെയുള്ള എല്ലാം തന്നെ അസിഡിക് ആണ്. നമ്മുടെ ബ്ലഡിന്റെ pH എന്ന് പറഞ്ഞാൽ 7.35 മുതൽ 7.45 വരെയാണ്. അത് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരിക്കും. ഇന്ന് പലരും കുഴഞ്ഞു വീണ് മരിക്കേണ്ട മെയിൻ കാരണം ശരീരത്തിലെ pH കുറയേണ്ടതാണ്. അപ്പോൾ ഈ pHനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒറ്റ വഴിയുള്ളൂ, നമ്മൾ കഴിക്കുന്ന വെള്ളം ആൽക്കലൈൻ ആയിരിക്കണം എന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഇന്ന് തന്നെ ഈ ആൽക്കലൈൻ സ്റ്റീൽ വാട്ടർ ജഗ് ബുക്ക് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെല്ലാം തന്നെ ആൽക്കലൈൻ വാട്ടർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7 മുകളിലാണ്. 8, 8.5 ആ രീതിയിലുള്ള ഒരു ആൽക്കലൈൻ വെള്ളമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 8000 ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നത്. ഇത് ഈ ഒരു ജഗ്ഗിനകത്ത് 5 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം, ക്ലിനിക്കുകളിൽ ഉപയോഗിക്കാം, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാം, അതേപോലെ കടകളിൽ ഉപയോഗിക്കാം, മെഡിക്കൽ സ്റ്റോറിൽ ഉപയോഗിക്കാം, സ്കൂളുകളിൽ ഉപയോഗിക്കാം. എവിടെ വേണമെങ്കിലും ഈ ഒരു ജഗ് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നമ്മൾ വല്ലയിടത്തും പിക്നിക്കിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ബുക്ക് ചെയ്യുക. ഇതിന്റെ വില 11,000 രൂപയാണ് MRP. ഇപ്പോൾ പുതിയ ദീപാവലി ഓഫർ വന്നിരിക്കുന്നത് 5,000 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. 5,000 രൂപയ്ക്ക് ഒരു മിനി ഫ്രാഞ്ചൈസിയുടെ ഓപ്പർച്യൂണിറ്റിയോട് കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. ഇത് ദീപാവലിയുടെ ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസി ആകാനുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് സാറ്റിസ്ഫൈ ആണെങ്കിൽ അത് മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ്സായിട്ട് വളരും. അങ്ങനെ നമുക്കൊരു ദിവസം മിനിമം 200 രൂപ മുതൽ 70,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി മറ്റുള്ള കാര്യത്തിൽ കിടക്കാം. ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 ഘട്ടങ്ങളായിട്ടാണ് കമ്പനി ഇവിടെ വരുമാനം തരുന്നത്. അത് ഡെയിലി ഇൻകം ആയിട്ടും, വീക്ക്ലി ഇൻകം ആയിട്ടും, മന്ത്ലി ഇൻകം ആയിട്ടും, ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിട്ടാണ്. അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ പെട്ടെന്നൊന്ന് ഞാൻ പറയാം. നമ്മുടെ ഡെയിലി ഇൻകത്തിൽ 5 തരം വരുമാനമുണ്ട്. വീക്കിലി ഇൻകത്തിൽ 1 തരമുണ്ട്. അതുപോലെ മന്ത്ലി ഇൻകത്തിൽ 4 തരം വരുമാനമുണ്ട്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. ഇനി ഈ ബിസിനസ്സിൽ കടന്നു വരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വെർച്വൽ ഫ്രാഞ്ചൈസി ഉടമയാവുക എന്നുള്ളവരാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന എല്ലാം തന്നെ ഫിസിക്കൽ ഫ്രാഞ്ചൈസികളാണ്. ധാരാളം ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കേണ്ടി വരും, ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഒരു ഷോപ്പ് വേണം, ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഫിസിക്കൽ ഫ്രാഞ്ചൈസികൾക്കെല്ലാം തന്നെ. അവിടെ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ധാരാളം ഡിസഡ്വാൻറ്റേജുകളൊക്കെ തന്നെ ഈ ഒരു ഫിസിക്കൽ ഫ്രാഞ്ചൈസികൾക്കുണ്ട്. എന്നാൽ നമ്മുടെ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ വെർച്വൽ ആണ്. നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. ഒരു സ്മാർട്ട് ഫോൺ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാം. അങ്ങനെ ഈ ബിസിനസ് ആരംഭിച്ചാൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലായിടത്തേക്കും ഏകദേശം 145, 146 കോടി ജനങ്ങളിട്ടും നമുക്ക് ഈ ബിസിനസ് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, വെറും 8,500 രൂപയുടെ ഫ്രാഞ്ചൈസിയുടെ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളവരാണ്. 8,500 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ 11,000 രൂപ MRP ഉള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം, ഇതെല്ലാം സെല്ല് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ തുക നമുക്ക് അപ്പം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. കൂടാതെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മൾ പുതിയൊരു വ്യക്തിനെ പരിചയപ്പെടുത്തുന്നു. അതുവഴി നമുക്ക് കസ്റ്റമർ ക്രിയേഷൻ നടത്തി വലിയൊരു വരുമാനം നേടാൻ സാധിക്കും. ഇനി ഈ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് വേണ്ട എങ്കിൽ കമ്പനി മറ്റൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. 3 ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് വാങ്ങിക്കൊണ്ട്, അതായത് 9,400 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. 15,000 രൂപ MRP ഉള്ള പ്രോഡക്റ്റ് ആണ് നമുക്കിവിടെ 9,400 രൂപയ്ക്ക് ലഭിക്കുന്നത്. അതായത് ഇതും ഒരു ദീപാവലി ഓഫറാണ്. ഈ 3 പ്രൊഡക്റ്റും, ഈ 3 ഗ്യാസ് സേഫ്റ്റി ഡിവൈസും നമ്മൾ വാങ്ങുക. ഒരെണ്ണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക, ബാക്കി 2 നമുക്ക് വിൽപ്പന നടത്താം. അങ്ങനെ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാഷ് ആക്കി മാറും. 5,000 രൂപ ഒക്കെ MRPക്ക് തന്നെ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. 2 പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ 10,000 രൂപ. അതല്ല, കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് വലിയ ലാഭം തന്നെയാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫ്രാഞ്ചൈസി ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ നോക്കാം.
സാധാരണ രീതിയിലുള്ള ഒരു ഫ്രാഞ്ചൈസി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു വരുമാനമുള്ളൂ, നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന വരുമാനം. അതല്ലാണ്ട് വേറെ ഒരു വരുമാനം ലഭിക്കത്തില്ല. പിന്നെയുള്ള വരുമാനം എന്നാന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികളും പറയുന്ന ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ ചില കോംപ്ലിമെന്റുകളാണ് ലഭിക്കുന്നത്. എന്നാൽ ആർമസ് ബൈലിങ്ങിന്റെ വെർച്വൽ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ 8 തരം വരുമാനം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലെ ആദ്യത്തെ വരുമാനത്തിന്റെ പേരാണ് പ്രിവിലേജ് ഇൻകം. പ്രിവിലേജ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് നേരിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ സിസ്റ്റം വഴി നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹം RMS പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ സെയിൽസ് കമ്മീഷന്റെ 30% നമ്മുടെ പോക്കറ്റ് വീഴും. അവർ എത്ര പ്രാവശ്യം RMS പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയോ അത്രയും പ്രാവശ്യം 30%, അദ്ദേഹം വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ സെയിൽസ് കമ്മീഷന്റെ 30% നമ്മുടെ പോക്കറ്റിൽ ലൈഫ് ടൈം ലഭിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം ഒരു പൊട്ടുസൂചി വാങ്ങിയാൽ പോലും അതിന്റെ പൈസ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് സ്ഥിരം കസ്റ്റമറെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഫ്രാഞ്ചൈസി ഇൻകം ആണ്. ഫ്രാഞ്ചൈസി ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണത് കൂടാതെ തന്നെ നമ്മുടെ ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. നമ്മുടെ സെയിം അസോസിയേറ്റുകൾ ഫ്രാഞ്ചൈസികൾക്ക് നമ്മുടെ ഫ്രാഞ്ചൈസികൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ആ വഴി നമുക്ക് ഒരു ദിവസം മിനിമം 200 രൂപ മുതൽ മാക്സിമം 20,000 രൂപ വരെ പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റും. 20,000 രൂപ പെർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു മാസം 6 ലക്ഷം രൂപയാണ്. നമ്മൾ ഈ ബിസിനസ് ആരംഭിച്ചത് എത്ര രൂപയ്ക്കാണ്? വെറും 8,500 രൂപ അല്ലെങ്കിൽ 9,400 രൂപയ്ക്കാണ് ഈ ബിസിനസ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഇൻകം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ് പെർ മന്ത്. ഇവിടെ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും പലർക്കും ഒരു മാസം 50,000 രൂപ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസിന്റെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്കിവിടെ റീറ്റെയിൽ ചെയ്തുകൊണ്ട് 10 മുതൽ 50% വരെ വരുമാനം നേടാൻ സാധിക്കും. ഇന്ന് നമ്മൾ പല പ്രൊഡക്റ്റുകളും നമ്മൾ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിയിട്ടുണ്ട്. അവർ ആ പ്രൊഡക്റ്റൊക്കെ റീറ്റെയിൽ ചെയ്യുകയാണ്. നമ്മൾ അവർക്ക് 10 മുതൽ 50% വരെ കമ്മീഷൻ കൊടുത്ത് വാങ്ങിയ ആളുകളാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് 10 മുതൽ 50% വരെ കമ്മീഷൻ നമുക്ക് തന്നെ വാങ്ങാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഓൺലൈൻ പർച്ചേസിംഗ്, അതായത് ഇന്ന് നമുക്കറിയാം പല രീതിയിലുള്ള ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് നമുക്കറിയാവുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ ധാരാളം ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ ഈ ഫ്രാഞ്ചൈസി ഇട്ട് ക്ഷണിച്ചുകൊണ്ട് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ വിലക്കുറവോടുകൂടി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ലഭിക്കുന്നതാണ് നമ്മുടെ മറ്റൊരു പ്രത്യേകത. അടുത്തത് BCM ആണ്. റീറ്റെയിൽ ഇൻകത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കമ്പനി കൊണ്ടുവന്ന സിസ്റ്റമാണ് BCM ഇൻകം. അത് ഒരു ദിവസം മിനിമം 1000 രൂപ മുതൽ മാക്സിമം 50,000 രൂപ വരെ നമുക്ക് പെർ ഡേ ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം 50,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 15 ലക്ഷം രൂപയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവാർഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫ്രാഞ്ചൈസി ഇൻകവും റീറ്റെയിൽ ഇൻകവും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ കരസ്ഥമാക്കുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന മറ്റൊരു കാര്യമാണ് അവാർഡ്സ്. അത് 2.25 കോടി രൂപയുടെ അവാർഡ്സ് ആണ് കമ്പനിയോട് തരുന്നത്. അതേപോലെ ഇവിടെ നോമിനിക്കും കമ്പനി പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും നമ്മുടെ നോമിനിക്ക് ഒന്നും കിട്ടാറില്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ ആ ജോലിയിൽ നിന്നും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് നോമിനിക്ക് ഒന്നെങ്കിൽ ആ ഒരു തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പെർസെന്റേജ് കിട്ടുകയില്ലേ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നോമിനിക്ക് കമ്പനി പൈസ കൊടുക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന ഓൺലൈൻ പർച്ചേസിംഗത്തിന്റെ 10% അത് നമ്മുടെ നോമിനിക്ക് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പുരുഷനാണെങ്കിൽ ഒരുപക്ഷെ സ്ത്രീ, അതായത് നിങ്ങളുടെ വൈഫായിരിക്കും നോമിയായിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ മക്കളായിരിക്കും, അവർക്ക് കറക്റ്റായിട്ട് ഈ പണം ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അവർക്ക് കറക്റ്റായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപയാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗുമായിട്ട് നേടുന്നതെങ്കിൽ അതിൽ 10,000 രൂപ നോമിനിക്കായിട്ട് ആയിരിക്കും പോകുന്നത്. ഇനി മറ്റൊരു വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽറ്റി ഇൻകമാണ്. റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി RMS ബൈലിംഗ് ഇത് മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള റോസ്ലിൻ മാർക്കറ്റിംഗ് സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഓരോ ഉൽപ്പന്നത്തിൽ നിന്നും നിശ്ചയ സംഖ്യ റോയൽറ്റി ഇൻകത്തിന് അർഹരായവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ പ്രോഫിറ്റിന്റെ 10%ആണ്. ആ 10%ത്തിന് ആരൊക്കെ അർഹരായിട്ടുണ്ടോ അവരുടെ കാറ്റഗറി അനുസരിച്ച് കമ്പനി അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ നമ്മുടെ റോയൽറ്റി എന്ന് പറഞ്ഞാൽ. ഇത്രയും വരുമാനം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ RMSന്റെ വെർച്വൽ ഫ്രാഞ്ചൈസി ആകുക എന്നുള്ളതാണ്. അതിനുശേഷം കമ്പനി പറയുന്ന ട്രെയിനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് നമ്മുടെ അറിവും നോളജും വർദ്ധിപ്പിച്ച് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുമാനം എല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റും. ഇത് 3 മുതൽ 5 വർഷക്കാലം വളരെ കറക്റ്റായിട്ട് കമ്പനി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ ഞാൻ ഒരു ഗ്യാരണ്ടി പറയാം, 50 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന പൈസ
നമുക്കിവിടെ 5 വർഷം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. 50 വർഷം കൊണ്ട് സമ്പാദിക്കേണ്ട പൈസ 5 വർഷം കൊണ്ട്. പക്ഷേ ഇവിടെ 50 വർഷത്തെ കഷ്ടപ്പാടുണ്ടാവും ഈ 5 വർഷം കൊണ്ട്. പക്ഷേ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക, 50 വർഷം കഷ്ടപ്പെട്ടിട്ട് 5 വർഷം സുഖമായിട്ടിരിക്കണോ, അതോ 5 വർഷം കഷ്ടപ്പെട്ടിട്ട് 50 വർഷം സുഖമായിട്ടിരിക്കണ്ടോ? അതിന്റെ ആൻസർ വരുന്നത് 5 വർഷം കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്, 50 വർഷം അടിച്ചു പൊളിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സിസ്റ്റം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കടന്നു വരിക. ഇനി അടുത്തത് ഈ ഫ്രാഞ്ചൈസി തുടങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടി കമ്പനി കൊണ്ടുവന്ന സിസ്റ്റമാണ് മിനി ഫ്രാഞ്ചൈസി. മിനി ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ 2500 സ്റ്റാർട്ട് ചെയ്യാം, 3000 സ്റ്റാർട്ട് ചെയ്യാം, 3699 സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ പ്രൊഡക്റ്റായ അല്ലെങ്കിൽ ഇപ്പോൾ ദീപാവലി ഓഫറായ നമ്മുടെ ആൽക്കലൈൻ സ്റ്റീൽ വാട്ടർ ജഗ് 5000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടും ഇവിടെ നമ്മൾ ഒരു മിനി ഫ്രാഞ്ചൈസി ഉടമയാൻ സാധിക്കും. അങ്ങനെ മിനി ഫ്രാഞ്ചൈസി ഉടമയായ ഒരു വ്യക്തിക്ക് ഇവിടെ പ്രിവിലേജ് ഇൻകം 30% ലഭിക്കും. മിനി ഫ്രാഞ്ചൈസി ഇൻകം 200 മുതൽ 4000 രൂപ വരെ പെർ ഡേ ഏൺ ചെയ്യാം. അതായത് ഒരു 4000 രൂപ പെർ ഡേ എന്ന് പറഞ്ഞാൽ മാസം 1,20,000 രൂപ. റീറ്റെയിൽ ഇൻകം അതേപോലെ തന്നെ 10 മുതൽ 50% വരെ. ഓൺലൈൻ പർച്ചേസ് ഇൻകം അൺലിമിറ്റഡ്. BCM ഒരു ദിവസം 1000 മുതൽ 50,000 രൂപ വരെ പെർ ഡേ. ഇനി ഇതിനും പറ്റാത്തവർക്ക് വേണ്ടി കമ്പനി കൊണ്ടുവന്നതാണ് വെർച്വൽ ഫ്രാഞ്ചൈസി മൈക്രോ ഫ്രാഞ്ചൈസി. 1250-നും 1500-നും സ്റ്റാർട്ട് ചെയ്യാം. ഈ 5 തരം വരുമാനം കിട്ടും. പക്ഷേ ഇതിനകത്ത് മൈക്രോ ഫ്രാഞ്ചൈസി ഇൻകം ഒരു ദിവസം 200 മുതൽ 2000 രൂപ വരെ, അതായത് ഒരു മാസം 60,000 രൂപ. ഇതാണ് നമ്മുടെ ഈ ബിസിനസ് ഉള്ളത്. ഇനി ഈ ബിസിനസ് നമുക്ക് ഏതൊക്കെ രീതി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, RMSന്റെ വെർച്വൽ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവിധ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും ഒരു കുടക്കീഴിൽ കമ്പനി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം. പരമ്പരാഗത മാർക്കറ്റിംഗ്, ഇന്ന് നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ നമുക്ക് ഇവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നേരെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ തന്നെ നമുക്ക് വിറ്റഴിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇവിടെ കണ്ടന്റ് മാർക്കറ്റിംഗ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ബ്രാൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്, ഇവന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് ഏത് മേഖലയാണോ നമുക്ക് ഓരോരുത്തർക്കും താല്പര്യം, ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവിധ വരുമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ എല്ലാവിധ വരുമാനങ്ങളും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കമ്പനി പറയുന്ന ട്രെയിനിങ്ങുകൾ, ഇപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ്, 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും കൂടി നടത്തുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഈ മാസം, അതായത് ഒക്ടോബർ 15-ാം തീയതി അഞ്ജലി പാർക്കിൽ വെച്ചാണ് നടക്കുന്നത്. ആ പ്രോഗ്രാം ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാം, നമ്മുടെ ജീവിതം തന്നെ മാറി പറയും. നമുക്കറിയാം, നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അതിന് എക്സ്പീരിയൻസ് വേണം, അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. ഒരു ഡോക്ടർ ശരിക്കും ഏറ്റവും നല്ല ഡോക്ടർ ആവുന്നത് എങ്ങനെയാണ്? അയാളുടെ എക്സ്പീരിയൻസ് മൂലമാണ്, അല്ലേ? ഇപ്പോൾ ഇന്ന് MBBS എടുത്ത് ഒരു ക്ലിനിക്കിൽ വന്നിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്ര പേര് ചെല്ലും? എക്സ്പീരിയൻസ് ഇല്ലെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോകാറുള്ളൂ. എന്നാൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ആണെങ്കിലോ അതിൻ്റെ അടുത്തിട്ട് ആളുകൾ കൂടി ചെല്ലും. അതുകൂടെ പണവും കൂടുതൽ കിട്ടും, ഫീസും കൂടുതലായിരിക്കും. എന്നതുപോലെ ഇവിടെ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള നോളജ്, അതാണ് വേണ്ടത്. അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ വരുമാനം നേടാൻ സാധിക്കുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ബാങ്കിൽ ധാരാളം സ്റ്റാഫുകളെ കാണാൻ സാധിക്കും, അല്ലേ? ധാരാളം സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡിനെയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കാണും, അദ്ദേഹം ഡോർ തുറന്നു വരുന്നു, നമ്മൾ ബാങ്കിൻ്റെ അകത്ത് കയറുന്നു. ബാങ്കിൻ്റെ അകത്ത് ചെല്ലുമ്പോഴത്തേനും അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും. ഒന്ന് കസ്റ്റമർ സർവീസ് ഉണ്ട്, ക്യാഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാനേജർ ഉണ്ട്, അതുപോലെ ലോൺ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഏകദേശം 8 മണിക്കൂറാണ്. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡ് ചിലപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്തിരിക്കും, ചിലപ്പോൾ 24 മണിക്കൂർ വർക്ക് ചെയ്യും. പക്ഷെ അവിടെ എല്ലാവരും തന്നെ ആ ബാങ്കിന്റെ അകത്തിരിക്കുന്ന എല്ലാവരും തന്നെ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഉള്ളവരുടെയൊക്കെ ശമ്പളം വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലേ? സെക്യൂരിറ്റി ഗാർഡിന്റെയും ശമ്പളം വ്യത്യാസപ്പെട്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ കാരണം? എല്ലാവരും തന്നെ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യണത്, പക്ഷെ അവരുടെ വരുമാനം വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? അവിടെ പല ക്രൈറ്റീരിയ വരാറുണ്ട്, പല ഘടകങ്ങൾ വരാറുണ്ട്. ഒന്ന്, അവരുടെ എക്സ്പീരിയൻസ്. 2, അവരുടെ നോളജ്, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ സ്കില്ല്, കഴിവ്. ഇതെല്ലാം ഉള്ളവർക്കാണ് ഏതൊരു കമ്പനി ആയാലും ടോപ്പ് ഇൻകം കൊടുക്കത്തുള്ളൂ, ഏതൊരു ഓർഗനൈസേഷനാണ്. ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ, ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും അവിടെ ഒരു ജോലിക്ക് വെക്കുക? ആരെയായിരിക്കും ജോലിക്ക് വെക്കണേ? എന്ത് ക്രൈറ്റീരിയ നോക്കിയിട്ടായിരിക്കും ജോലിക്ക് വെക്കുന്നത്? സ്മാർട്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, അറിവുണ്ടാവണം,
സൗന്ദര്യം ഉണ്ടായി എന്നുണ്ടായി പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റാഫിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോളജ് വേണം, അറിവ് വേണം. ഈ അറിവിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൂം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഹാൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതും. ഒരു കാര്യം ഞാൻ പറയാം, ഈ വരുന്ന 15-ാം തീയതിയിലത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ ഒരു 20 വർഷം പുറകോട്ട് പോകും. 20 വർഷക്കാലം പുറകോട്ട് പോകും. കാരണം അത്രയ്ക്ക് പല കാര്യങ്ങളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, എഡ്യൂക്കേഷൻ പർപ്പസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന നിങ്ങളായിരിക്കത്തില്ല, ഇന്ന് കാണാതിരിക്കുന്ന ഞാനായിരിക്കത്തില്ല. കാരണം അവിടെ ഒത്തിരി നോളജ് നമുക്ക് ലഭിക്കും. എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം, എങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്രയും വലിയ ടീമിനെ ഡെവലപ്പ് ചെയ്യാം, 5 വർഷം കൊണ്ട് എങ്ങനെ നമ്മുടെ സാമ്പത്തിക പദ്ധതിയായിട്ട് കൊണ്ടുവരാം എന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തിയറിക്കലി നമ്മളവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഈ വരുന്ന 15-ാം തീയതി നടക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത പുതിയ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ ആരാണോ ഈ ഒരു മീറ്റിംഗിട്ട് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എത്രയും വേഗം ഞങ്ങളുടെ ഫാമിലിയായിട്ട് കടന്നു വരിക. അങ്ങനെ ഫാമിലിയായിട്ട് കടന്ന് വലിയ അച്ചീവ്മെൻറ്റുകൾ എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ് പ്രസൻറ്റേഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ആർ എസ്. ഓക്കെ, താങ്ക് യു സുഭാഷ് സാർ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ കമ്പനിയുടെ പ്ലാനിനെ കുറിച്ചും കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചും സുഭാഷ് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അതിന് സുഭാഷ് സാറിന് വലിയൊരു താങ്ക്സ്. ഇവിടെ നമുക്ക് ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് കടന്നു വരുന്ന ആളുകളെല്ലാം തന്നെ ലീഡർ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ സുഭാഷ് സാർ പറഞ്ഞിട്ട് ആയിട്ട് പറയുകയാണ്, 1 കോടി രൂപ ഒരാൾ വാങ്ങിയാൽ അദ്ദേഹത്തിന്റെ ഇടതും വലതും 50 ലക്ഷം രൂപ വാങ്ങിയ 2 ആളുകളുണ്ടാവും. ആ 50 ലക്ഷം വാങ്ങിയ ആളുകളുടെ ഇടതും വലതും 25 ലക്ഷം രൂപ വീതം വാങ്ങിയ ആളുണ്ടാവും. അതും ഗ്യാരണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ രീതിയിൽ, അതായത് ഇവിടെ നമ്മൾ മറ്റാളുകളെ, താഴെയുള്ള ആളുകളെ, താഴേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് അല്ലെ അവർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്ന കാര്യം നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ ബിസിനസ് ആണ്. അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഓരോ സൂം മീറ്റിങ്ങുകളും, ഓരോ ഓഫ്ലൈൻ മീറ്റിങ്ങുകളും, ഇപ്പൊ സുഭാഷ് സാർ സൂചിപ്പിച്ച പോലെ ഈ വരുന്ന 15-ാം തീയതി കോട്ടയത്ത് അഞ്ചലി പാർക്കിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നമ്മളും നമ്മുടെ കൂട്ടാളികളെ എല്ലാവരും തന്നെ, നമുക്ക് നമ്മുടെ ലക്ഷ്യം എത്രയാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കടവ് എത്രയാണോ, നമുക്കുണ്ടാക്കേണ്ട സാമ്പത്തികം എത്രയാണോ, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മാക്സിമം ആളുകളെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരികയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് ഈ കമ്പനിയെ മുഴുവൻ പഠിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് 100% ഇതിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വിജയിപ്പിക്കാൻ സാധിക്കും. കമ്പനിയും ലീഡേഴ്സും എല്ലാവരും തന്നെ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ കോടികൾ ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഓൾ. ജയ് ആർ എം എസ്. താങ്ക് യു. താങ്ക് യു.